ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ ലുസൈൽ സിറ്റിയിലുള്ള ലുസൈൽ സ്റ്റേഡിയത്തിലാണ്. ഖത്തറിലെ 8 സ്റ്റേഡിയങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയിട്ടുള്ളതും ഏറ്റവും സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയതുമായിട്ടുള്ളൊരു സ്റ്റേഡിയമാണിത്. ഇവിടെ ഏകദേശം 88,966 സീറ്റിംഗ് കപ്പാസിറ്റി. അത് പിന്നെ ഇവഞ്ച്വലി 40,000 കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേഡിയം ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിലാണ്. ഇത് 9 സെപ്റ്റംബർ 2022 ഓപ്പൺ ചെയ്യുന്നത്. 2017 പണി തുടങ്ങിയിട്ട് 2021 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ഉദ്ഘാടന മത്സരവും ഫൈനൽസും ഒക്കെ ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ ഉദ്ഘാടന മത്സരമായിട്ടുള്ള ഖത്തറും എക്വഡോറും തമ്മിലുള്ള മത്സരമൊക്കെ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഗ്രൗണ്ടിലെ ആ ഒരു പുല്ലിൻ്റെ പണിയായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ സൗണ്ടിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള സൗണ്ട്, ക്യാമറ, ലൈറ്റിങ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ മാച്ച് നടക്കാൻ പോകുന്ന ഒരു സ്റ്റേഡിയം കൂടെയാണ്. ഒരു ചെറിയ തെറ്റുപോലും പറ്റാൻ പാടില്ല. അങ്ങനെ അവരൊക്കെ നിരന്തരം ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയൊക്കെ പണി ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ. ഇത് അവിടുത്തെ 7ാമത്തെ നിലയിൽ നിന്നും ഉള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ചെറിയ പൊട്ട് പോലെയൊക്കെയാണ് ആൾക്കാരെ കാണുന്നത്. അത്രയും വലിയൊരു സ്റ്റേഡിയമാണിത്. ഇത് സ്റ്റേഡിയത്തിനകത്തുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ ഇതിലെ കൂടെ നടന്നാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങോട്ടൊക്കെയുള്ള എൻട്രൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്തൂടെ നടന്നിട്ട് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കയറുമ്പോഴത്തേക്കും കാണുന്നൊരു വ്യൂ ആണിത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. വെറുതെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്ക് ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയം പോലെ നമുക്കങ്ങനെ തോന്നത്തേ ഇല്ല. കാരണം അത്രയും വൃത്തിയും കാര്യങ്ങളുമായിട്ടൊക്കെയാണ്, അത്ര നീറ്റായിട്ടാണ് അവർ ആ സ്റ്റേഡിയമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ നമ്മൾ ഗ്രൗണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളൊരു മെഷീൻ കാണാം. അപ്പോൾ അത് വന്നിട്ട് ഈ ഗ്രാസ് ഗ്രോ ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഗ്രൗണ്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അതല്ലാതെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പുല്ല് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു പുതിയ ടെക്നോളജിയാണിത്. ഈ സ്റ്റേഡിയത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകൽ ടൈമിലായാലും നൈറ്റ് ബാറ്ററിയിലും പകൽ സോളാറിൻ്റെ ഒരു എനർജിയിലാണ് ഇവിടുത്തെ AC ഒക്കെ വർക്ക് ആകുന്നത്. അപ്പോൾ കളി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർക്ക് അത്രയും ചൂടെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഒക്കെ ഉണ്ടാവും ACയുടെ. അത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ ലൈറ്റൊക്കെ തെളിയിച്ചിട്ടൊക്കെയാണ് കളി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട്. ആദ്യത്തെ കളി വന്നിട്ട് ഈ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ കളി, ഇതിന് മുമ്പത്തെ എക്വഡോറായിട്ടുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ കളി ഷൂട്ട് ചെയ്യുന്നത് അർജൻറ്റീനയും സൗദിയും തമ്മിലുള്ള കളിയാണ്. അപ്പോൾ അന്ന് സൗദി അറേബ്യ ആയിരുന്നു ജയിച്ചത്. അർജൻറ്റീന 1 സൗദി അറേബ്യ 2 ആയിരുന്നു. അപ്പോൾ അന്ന് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അങ്ങനെ ഒരു ജയം. പിന്നെ അത് കഴിഞ്ഞിട്ട് 25 നവംബർ നടന്നിട്ടുള്ള ഒരു കളിയായിരുന്നു ബ്രസീലും സെർബിയയും കൂടെ ആയിട്ടുള്ളത്. അന്ന് സെർബിയയ്ക്ക് 0 ബ്രസീലിന് 2 ബ്രസീലാണ് അന്നത്തെ കളി ജയിച്ചത്. ആ കളി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ ആ സ്റ്റേഡിയം ഫുള്ള് നിറഞ്ഞിട്ട് ആ 88,000 താണ്ടിയിട്ടുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു അന്ന് ആ ഒരു സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ് നേരിട്ട് കാണുമ്പോഴത്തേക്കും. ഇത്രയും സ്റ്റേഡിയം നിറഞ്ഞതിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമല്ല, ആ ഒരു എനർജിയിലും ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും മറ്റും ഒരു തെറ്റോ ഒരു വീഴ്ചയും വരുത്താതെ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് അർജൻറ്റീനയും മെക്സിക്കോയും തമ്മിലുള്ളൊരു കളിയായിരുന്നു. അപ്പോൾ അന്ന് അർജൻറ്റീന 2 മെക്സിക്കോ 0 അപ്പോൾ അന്നത്തെ അർജൻറ്റീനക്കാരുടെ ആ ഒരു ആഘോഷവും സന്തോഷവും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അവർ ഫ്ലാഗ് വീശുക, ഫ്ലെക്സ് കൊണ്ടുവരിക, പാട്ടൊക്കെ പാടുക, അവരുടെ നാഷണൽ ആനന്ദം പാടുക, അങ്ങനത്തെ വല്ലാത്ത ഒരു ഫെസ്റ്റിവലൊക്കെ ആയിരുന്നു അവർക്ക് അന്ന് അവിടെ ആ ഒരു അർജൻറ്റീനയുടെ ജയത്തിന്. ഇത് കളി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് ഗ്രൗണ്ടിൻ്റെ.